മുത്തങ്ങയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സമരം നടന്ന സമയത്ത് ഫെബ്രുവരി 19 വെടിവെപ്പ് നടന്ന സമയത്ത് ആളുകൾ കാട്ടിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോയി. കാടിനകത്ത് ആളുകൾ ചിതറിപ്പോയപ്പോൾ ഈ ബത്തേരി പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഈ കാടിൻ്റെ ദിക്കും ദിശയും അറിയാം. എതിൽ പോയാൽ എവിടെ കയറാം, എവിടെ പോവാന്നൊക്കെ ബത്തേരിക്കാർക്കറിയാം. പക്ഷെ മാനന്തവാടി സൈഡിൽ നിന്ന് ഞങ്ങളുടെ ഈ സൈഡിൽ നിന്നൊക്കെ പോയ ആളുകൾക്ക് ഈ ആ കാടിൻ്റെ ദിക്കും ദിശയും അറിയില്ല. എവിടെ പോയാൽ എവിടെ കയറും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ആളുകൾ ചിതറിപ്പോയത് കൊണ്ട് ഈ ഫെബ്രുവരി 19 രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് പോലീസിൻ്റെ നരനായാട്ട് കൃത്യമായിട്ട് അവിടെ ശരിക്കും നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ ചിതറിപ്പോയവരെയൊക്കെ കാട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി 2 ദിവസം ഞങ്ങൾ ആ കാടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. കാടിൻ്റെ അകത്ത് നിന്ന് എല്ലാ സ്ഥലങ്ങളിലൂടെയും പോയി ആ കാടിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയ ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. അവരെല്ലാം കോളനീൻ്റെ അടുത്ത് പുറത്തേക്ക് ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അറസ്റ്റ് കൊടുത്തത്. അപ്പോൾ അറസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വളരെ ഭീകരമായിട്ട് ആദിവാസികളെ പോലീസ് ഇങ്ങനെ മർദ്ദിക്കുന്നുണ്ട്. സ്ത്രീയെന്നോ കുഞ്ഞെന്നോ പ്രായമുള്ളവരാണെന്നോ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. കണ്ണി കാണുന്നവരെയൊക്കെ വളരെ ഭീകരമായിട്ടുള്ള പോലീസിൻ്റെ ഒരു നരനായാട്ടാണ് ശരിക്കും നടന്നത്. അതപ്പോൾ ഈ കാട്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നമുക്കത് നേരിട്ട് കാണുന്ന ഒരു അവസരം ഉണ്ടായി. കോളനികളിലൊക്കെ കയറി പോലീസ് കോളനി വളഞ്ഞ് ബിസിലടിച്ച് ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് വിഭ്രാന്തി ഉണ്ടാക്കി. ആളുകൾ അവിടുന്ന് ചിതറി കോളനിയിൽ നിന്ന് ഓടുന്ന അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥ ആ സമയത്ത് അവരുണ്ടാക്കി. ഈ കാണുന്നവരെയൊക്കെ പിടിച്ച് പോലീസ് ഇങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയെ. അപ്പോൾ എൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത് 2 പെൺകുട്ടികൾ, അജിതയും മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അവർ എൻ്റെ കൂടെ കിട്ടിയ പോലീസ് അവരെ ഭീകരമായിട്ട് മർദ്ദിക്കും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു, എൻ്റെ ഒപ്പം അവരെ കിട്ടിയാൽ. അപ്പോൾ അതുകൊണ്ട് ഈ കോളനിയിലുള്ള ആളുകളെയൊക്കെ ഇവർ മർദ്ദിക്കുന്നത് തന്നെ പിന്നെ CK ജാനുവിനെ ഗീതാനന്ദനെയൊക്കെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മർദ്ദിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇവൾ അവസാനം വരെ ഇവർ 2 ആളും ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ അവരെ ഞങ്ങളുടെ മുമ്പിലിട്ട് തന്നെ ഭീകരമായിട്ട് എൻ്റെ മുമ്പിലിട്ട് മർദ്ദിക്കൂ എന്നുള്ളത് അറിയുന്നതുകൊണ്ട് ഞാൻ അറസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ എന്തായാലും ഈ ആളുകളെ പുറത്തിറക്കിയിട്ട് അറസ്റ്റ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവരെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണമായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം പിടിച്ച് അവരെയും വളരെ ഭീകരമായിട്ട് മർദ്ദിക്കും. അപ്പോൾ മാറ്റാൻ വേണ്ടി ഇവരോട് മാറിപ്പോകാൻ പറഞ്ഞിട്ട് ഇവർ മാറുന്നില്ല. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെയും ചെയ്യട്ടെ, മർദ്ദിക്കുകയാണെങ്കിൽ ഞങ്ങൾ മർദ്ദിക്കട്ടെ, ഞങ്ങളൊപ്പം തന്നെ നിൽക്കും, പോവില്ല എന്നുള്ളൊരു നിലയിൽ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങളൊരു വഴിക്ക് ഇങ്ങനെ നടന്നു പോയ സമയത്ത് ഞാൻ പറഞ്ഞു, വേഗം നടക്കുക, അതാ പുറകിലൂടെ പോലീസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ മുമ്പിൽ കുറച്ച് സ്പീഡിൽ പോയപ്പോൾ ഞാൻ പുറകോട്ട് വരിക ചെയ്തത്. അവർ പുറകിൽ പോലീസ് വരുന്നുണ്ട്, ഇപ്പോൾ പിടിക്കൂ, അതുകൊണ്ട് സ്പീഡ് നടന്നോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ 2 ആളും മുമ്പിൽ ഓടിയ സമയത്ത് ഞാൻ പുറകോട്ടോടി. അങ്ങനെ പുറകോട്ട് വന്നിട്ട് പോലീസിന് അറസ്റ്റ് കൊടുക്കുക ചെയ്തത്, ഗീതാനന്ദനും ഞാനും. അപ്പോൾ അങ്ങനെ അറസ്റ്റ് കൊടുക്കാൻ റോട്ടിൽ ഇങ്ങനെ കയറി നിന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരൊക്കെ വലിയ ഭീകരമായിട്ട് ഇവരാണ്, അവരെ ഇപ്പോൾ പിടിച്ചു കൊടുക്കണം, പോലീസിനെ വിളിക്കുക, അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളാരും വിളിക്കണ്ട, പോലീസിനോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഇപ്പോൾ പോലീസ് വണ്ടി വരുമെന്ന് അവരോട് ഞാൻ പറഞ്ഞു. പോലീസ് വണ്ടി വരലും അവിടെ നിർത്തി. ഈ പോലീസ് വണ്ടിക്കകത്തേക്ക് എങ്ങനെയാണ് നമ്മൾ കയറിയെന്നുള്ളത് നമുക്കറിയില്ല. പോലീസ് ആ റോഡിൽ നിന്ന് ഒറ്റ ചവിട്ടിയിട്ട് നമ്മൾ തെറിച്ച് വണ്ടിക്കകത്ത് കയറി അതിൻ്റെ വണ്ടിയുടെ മേലെ മുട്ടിയിട്ടാണ് താഴെ വീണത്. അങ്ങനെ പിന്നെ അതിനകത്ത് നടന്ന മർദ്ദനമൊന്നും നമുക്ക് കാണാനും പറയാനും പറ്റില്ല. തേനീച്ച കൂടെ ഇളക്കി വിട്ടാൽ ഈച്ച എങ്ങനെയാണ് വരുന്നത് അതുപോലെയായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് അടികൊള്ളുന്നത്, എങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്, ഒന്നും ഓർമ്മ പോലും ഇല്ലാതെ ഉള്ള ഒരു അവസ്ഥയിലേക്കായി. അങ്ങനെ അവർ വണ്ടിയുടെ മുകളിലത്തെ കമ്പിയിൽ 2 കൈയും പിടിച്ച് തൂങ്ങിപ്പിടിച്ചിട്ട് ഷൂട്ട് ചവിട്ടുകയൊക്കെ ആയിരുന്നു ചെയ്തത്, തൊഴിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ വളരെ ഭീകരമായിട്ടൊരു 3-4 മണിക്കൂർ അവർ നമ്മളെ അങ്ങനെ മർദ്ദിച്ചത്. 4 മണിക്കൂർ അവർ നമ്മളെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഏതോ കാട് ഊട് വഴി കൂടെയൊക്കെ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ടില്ല, വണ്ടി ഓടിച്ചുകൊണ്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ എല്ലാ ജനലിൻ്റെ കർട്ടനെല്ലാം ഇട്ട് മൂടിയിട്ട് അങ്ങനെയാണ് അവർ മർദ്ദിച്ചത്. ഒരു 10-30 പോലീസുകാരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്.
അതിനകത്ത് 3 വനിതാ പോലീസ് ഉണ്ടായിരുന്നു. വേറെ 2 വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അവരാരും ശരിക്കും നമ്മളെ മർദ്ദിക്കുകയോ അങ്ങനത്തെ കാര്യമൊന്നും അവർ ചെയ്തില്ല. അവരനങ്ങാതിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് മർദ്ദിച്ചത് മോളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വനിതാ പോലീസാണ്. മറ്റേ 2 വനിതാ പോലീസില്ല. അവർ ഇങ്ങനെ വളരെ ഭീകരമായിട്ട് മർദ്ദിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ അവർ ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി. അവിടെയും അതിൻ്റെ അകത്തും നമ്മളെ മർദ്ദിച്ചിട്ടുണ്ട് വളരെ ഭീകരമായിട്ട്. അവിടെയും വളരെ ഭീകരമായിട്ട് മർദ്ദിച്ചു. അവിടുത്തെ മർദ്ദനേറ്റപ്പോൾ ഞാൻ അറിയാതെ തന്നെ മൂത്രമൊക്കെ പോയിട്ടുണ്ട് ആ ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ആണ് സ്റ്റേഷനിലേക്ക്. അതുവരെ ഈ ഇവരുടെ മർദ്ദന മുറ ഇങ്ങനെ വളരെ ഭീകരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഇങ്ങനെ അവരുടെ ഭീകരമായിട്ടുള്ള മർദ്ദനേറ്റിട്ട് നമ്മൾ അവശതയായി ഈ ശരിക്കും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ പതുക്കെ എഴുന്നേറ്റപ്പോഴാണ് ആ മോളി എന്ന് പറഞ്ഞ പോലീസ് ഈ നട്ടലിൻ്റെ ഇവിടെ ഇങ്ങനെ ഷൂട്ട് ഭയങ്കരമായിട്ട് ചവിട്ടി. ആ ഒറ്റ ചവിട്ടിന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ആ മുറ്റത്തേക്ക് വീണു. ആ വീണടത്തുനിന്ന് പിന്നെ എണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭീകരമായിട്ട് മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം ഈ നാട്ടുകാരൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ്റെ റൗണ്ട് ഇങ്ങനെ എന്തോ ഭീകരജീവിയെ കൊണ്ടുവരുന്ന പോലെ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് പോലീസുകാർ തന്നെ നമ്മളെ പ്രദർശനത്തിന് വെക്കുന്ന പോലെ അവരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് സ്റ്റേഷൻ്റെ അകത്ത് കയറ്റിയത്.